രാധേ രാധേ. എപ്പോഴാണ് സ്ത്രീകൾ പുരുഷനെ പൂർണ്ണമായും വെറുക്കുന്നത്? കേൾക്കുക. വിവാഹം കഴിക്കുന്നതോടുകൂടി പുരുഷൻ സ്ത്രീയുടെ മേൽ അധികാരം സ്ഥാപിച്ചു തുടങ്ങും. പിന്നീട് അങ്ങ് കണ്ടീഷൻസ് ആണ്, നിബന്ധനകൾ വെക്കും. ഈവൺ ഒരു ഫോണിന്റെ കാര്യത്തിൽ പോലും ഞാൻ വിളിച്ചാൽ അപ്പൊ തന്നെ നീ എടുത്തിരിക്കണം. അതെന്തൊരു പറച്ചിലാണ്. ചിലപ്പോൾ അവർ കുളിക്കുകയായിരിക്കും, ചിലപ്പോൾ ടോയ്ലറ്റിലായിരിക്കും, ചിലപ്പോൾ കഠിനമായ തലവേദന കാരണം ഫോൺ സൈലന്റിലോ അല്ലെങ്കിൽ ഓഫാക്കിയിട്ടോ കിടക്കുകയായിരിക്കും. തിരിച്ചു വിളിച്ചു ചിന്തിച്ചു നോക്കേ, ഭാര്യ വിളിക്കുമ്പോഴൊക്കെ നിങ്ങൾ എടുക്കാറുണ്ടോ? ഇല്ല. അതേ കണക്ക് തന്നെ വിവാഹത്തിന്റെ തലേന്ന് വരെ സ്വന്തം വസ്ത്രം കഴുകിക്കൊണ്ടിരുന്നവൻ കല്യാണം കഴിയുന്നതോടുകൂടി പിന്നെ അവന്റെ വസ്ത്രങ്ങള് ഭാര്യ കഴുകിക്കൊള്ളണം. അതാണൊരു നിയമം. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്റെ വസ്ത്രം മുഴുവനും ആരലക്കിക്കൊള്ളണം? നീ അലക്കിക്കൊള്ളണം. അത് നിന്റെ ജോലിയാണ്. പിന്നെ അവിടെ കൊണ്ടും തീരുന്നില്ല. ചില കോന്തന്മാര് എന്താ പറയുന്നത്? എന്റെ അമ്മയെ നീ കണ്ണും പൂട്ടി അനുസരിക്കണം, എന്റെ അച്ഛനെ നീ കണ്ണും പൂട്ടി അനുസരിക്കണം, എന്റെ അനിയത്തിയെ നീ സ്നേഹിക്കണം, എന്റെ ചേച്ചിയെ നീ ബഹുമാനിക്കണം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ അവിടെ അടിമയും വെറും ജോലി എടുക്കാനുള്ള ഒരു മാട് മാത്രമാണ്. പിന്നെ ഭാര്യ, ചിലവന്മാരങ്ങനല്ല, ഭാര്യയുടെ ഫോണിന്റെ പാസ്വേഡ് വേണം, എന്നിട്ട് എപ്പോഴും അതെടുത്ത് വെച്ച് നോക്കണം. അല്ല, നിന്റെ കയ്യിലില്ലാത്ത എന്ത് പുതിയ കാര്യങ്ങളാണ് ഭാര്യയുടെ ഫോണിനകത്തുള്ളത്? ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഭാര്യയുടെ ഫോണിന്റെ പാസ്വേഡ് വേണം, പക്ഷെ ഭർത്താവ് തന്റെ ഫോണിന്റെ പാസ്വേഡ് അങ്ങോട്ട് കൊടുക്കത്തില്ല. അപ്പോൾ എന്താ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, പുരുഷന് സ്ത്രീയുടെ ഫോണൊക്കെ പരിശോധിക്കാൻ അധികാരമുണ്ട്, തിരിച്ച് സ്ത്രീകൾക്കാകട്ടെ ഇല്ല. പിന്നെ ചിലരാകട്ടെ അമ്മക്കോന്തനാകും. പെൺകോന്തം പോലെ അങ്ങനാണ്. പെൺകോന്തൻ എന്ന് പറയുന്നത് പോലെ അമ്മ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും, കിടക്കാൻ പറഞ്ഞാൽ കിടക്കും, പെടുക്കാൻ പറഞ്ഞാൽ പെടുക്കും. അങ്ങനെയുള്ളവനെയാണ് അമ്മക്കോന്തൻ എന്ന് വിളിക്കുന്നത്. ചിലർ അച്ഛൻ കോന്തനാകും, ചിലർ സഹോദരി കോന്തനാകും. നിങ്ങളൊക്കെ കെട്ടാതിരിക്കുന്നതാണ് നല്ലത്, ഒരു പെണ്ണിന്റെ ഭാവിയും കൂടെ കളയാനായിട്ട്. ദേ നോക്കൂ, നിങ്ങൾ അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കും തോറും പെണ്ണ് നിങ്ങളിൽ നിന്ന്, സ്ത്രീ നിങ്ങളിൽ നിന്ന് അകന്നു തുടങ്ങും. ആ അകൽച്ച അവളെ മറ്റൊരു പ്രണയത്തിൽ എത്തിക്കാം, അല്ലെങ്കിൽ ബന്ധം ഒഴിയുന്നതിലേക്ക് എത്തിക്കാം. നിങ്ങൾ അവളെ സ്നേഹിച്ചു തുടങ്ങ്. നിങ്ങൾ അവളെ സ്നേഹിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു നിബന്ധനയും വേണ്ട. നിങ്ങളുടെ ഒരു കോളിന് വേണ്ടി അവൾ കാതോർത്തിരിക്കും. നിങ്ങൾ പറയാതെ തന്നെ നിങ്ങളുടെ ഡ്രസ്സുകൾ എടുത്ത് അവൾ കഴുകിക്കൊള്ളും. നിങ്ങൾ പറയാതെ തന്നെ നിങ്ങളുടെ അമ്മയെ അവൾ ബഹുമാനിച്ചോളും. അതുകൊണ്ട് സ്ത്രീയെ മനസ്സിലാക്കാൻ ശ്രമിക്കരുത്, സ്ത്രീയുടെ പുറത്ത് അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കരുത്. സ്ത്രീയെ സ്നേഹിച്ചു കഴിഞ്ഞാലേ പുരുഷ നീ ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടും. ഗുഡ് മോർണിംഗ്. രാധേ രാധേ. ഓ രാധേ രാധേ. രാധേ രാധേ. ഓ രാധേ രാധേ.